തലക്കോട് ടൂറിസ്റ്റ് ബസ് അഗ്നിക്കിരയായത് ഷോർട്ട് സർക്യൂട്ട് മൂലമെന്ന് നിഗമനം. ഫോറൻസിക് വിദഗ്ധരും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും നടത്തിയ പരിശോധനയിൽ മറ്റു സാധ്യതകളൊന്നും കണ്ടെത്തിയിട്ടില്ല. ഞായറാഴ്ച രാത്രിയിലാണ് ബസ് അഗ്നിക്കിരയായത്. തീപിടുത്തം ബസ്സിൽ ആരുമില്ലാതിരുന്ന സമയത്തായതിനാൽ വൻ ദുരന്തം ഒഴിവായി. തലക്കോട് സ്കൂൾ പടിയിൽ ജർമ്മൻ എന്ന ടൂറിസ്റ്റ് ബസ്സാണ് പൂർണ്ണമായി കത്തിനശിച്ചത്. തീപിടുത്തത്തിനുള്ള കാരണം കണ്ടെത്താൻ വിവിധ തരത്തിലുള്ള പരിശോധനകൾ നടത്തി. ഫോറൻസിക് വിദഗ്ധരുടെ സേവനവും പോലീസ് ഉപയോഗപ്പെടുത്തി. ഷോർട്ട് സർക്യൂട്ടാകാം കാരണമെന്നാണ് നിഗമനം. മറ്റു കാരണങ്ങളൊന്നും പരിശോധനകളിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തീപിടുത്തത്തിന് കാരണമാകാവുന്ന ഏതെങ്കിലും വസ്തുവിന്റെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടില്ല. തീ പടർന്നത് എഞ്ചിൻ ഭാഗത്തു നിന്നുമായിരുന്നില്ല. പിൻഭാഗത്തു നിന്നാണ് തീ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചതെന്നാണ് കണ്ടെത്തൽ. ഈ സാഹചര്യത്തിലാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് ഉറപ്പിക്കുന്നത്. ഞായറാഴ്ച രാത്രി 9:30-യോടെയാണ് ടൂറിസ്റ്റ് ബസ് അഗ്നിക്കിരയായത്. സേനാപതിയിൽ നിന്നുള്ള വിവാഹ പാർട്ടി കോട്ടപ്പടിയിലെ വരന്റെ വീട്ടിലെ സൽക്കാരത്തിനു ശേഷം മടങ്ങുകയായിരുന്നു. ചായ കുടിക്കാൻ യാത്രക്കാർ ബസ്സിൽ നിന്ന് ഇറങ്ങിയ സമയത്താണ് അഗ്നിബാധയുണ്ടായത്. ടാങ്ക് ഫുള്ളായിരിക്കും വണ്ടി ഇപ്പൊ എല്ലാരും ആളിറങ്ങി ഭാഗ്യം. ഞാനിപ്പോ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ തലക്കോട് 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 കുഞ്ഞുങ്ങളുൾപ്പെടെ 40ഓളം പേരാണ് ബസ്സിൽ യാത്ര ചെയ്തിരുന്നത്. ഓട്ടത്തിലാണ് തീപിടുത്തമെങ്കിൽ വലിയ ദുരന്തമാകുമായിരുന്നു. യാത്രക്കാർ ബസ്സിനുള്ളിൽ തന്നെ വച്ചിരുന്ന മൊബൈൽ ഫോൺ, പണവും മറ്റു വസ്തുക്കളുമടങ്ങിയ ബാഗുകൾ എന്നിവയെല്ലാം അഗ്നിക്കിരയായി. ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ ആശ്വാസത്തിലാണ് യാത്രക്കാർ മറ്റൊരു വാഹനത്തിൽ നാട്ടിലേക്ക് മടങ്ങിയത്. വലിയൊരു അഗ്നിബാധ നേരിട്ട് കണ്ടതിന്റെ ഞെട്ടലിലാണ് ചില്ലീസ് ഹോട്ടലിന്റെ ഉടമ രതീഷ്. ഈ ഹോട്ടലിലാണ് ബസ്സിലുണ്ടായിരുന്നവർ ചായ കുടിക്കാൻ കയറിയിരുന്നത്. തീപിടുത്തമുണ്ടാകുമ്പോൾ ഒരാൾ ബസ്സിൽ ഉണ്ടെന്ന സംശയം മറ്റു യാത്രക്കാർ പങ്കുവച്ചിരുന്നു. പരിശോധിക്കാൻ ബസ്സിൽ കയറിയപ്പോഴേക്കും തീ ആളിപ്പടർന്നുവെന്ന് രതീഷ് പറഞ്ഞു. ബസ്സിൽ ആരും ഉണ്ടായിരുന്നില്ലെന്ന് പിന്നീട് ഉറപ്പുവരുത്തുകയും ചെയ്തു. അഗ്നിബാധ കണ്ടപ്പോൾ തന്നെ ഊന്നുകൽ പോലീസിൽ വിവരമറിയിച്ചതും രതീഷാണ്. പോലീസാണ് ഫയർഫോഴ്സിനെ അറിയിച്ചത്. ഇന്നലെ രാത്രി ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന വണ്ടിയായിരുന്നു. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഒരു 9:30-ഒക്കെ ആയ സമയം. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് വണ്ടിക്കകത്ത് ചെറിയൊരു തീ പോലെ കണ്ടു. അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഓടി ചെന്നപ്പോഴത്തേക്കും വണ്ടിക്കകത്ത് നല്ല തീയായി. വണ്ടിക്കകത്ത് ആരോ ഒരാളുണ്ടെന്ന് ഞാൻ ചേട്ടൻ വണ്ടിയിൽ വന്ന ഒരാൾ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ അകത്തുനിന്ന് കയറി ആളുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പോഴത്തേക്കും വണ്ടി ഭയങ്കരമായ തീ കത്തനായതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പോയി വരിക. പിന്നെ അപ്പം തന്നെ ഞാൻ ഊന്നുകൽ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു. സ്റ്റേഷനിൽ അവർ ഫയർഫോഴ്സിനെ വിളിച്ചു പറഞ്ഞു. ഫയർഫോഴ്സ് എത്തി തീ കടത്തു വരും. ആളപായമൊന്നും ഉണ്ടായില്ല. വേറെ കുഴപ്പമില്ല. അവരുടെ ആളുകളെല്ലാം പുറത്തുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അവർ നിലവിൽ രാജാക്കാടെന്ന് പൊന്മുടി ഭാഗത്തേക്ക് ഒരു കല്യാണത്തിന് പോകാമെന്നാണ് പറഞ്ഞത്. കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വന്ന വരവിനെ അവർ ചാവടിക്കാൻ വേണ്ടി കടയിൽ നിർത്തിയാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സംഭവം നടക്കുന്നത്. കോതമംഗലത്ത് നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് രക്ഷാപ്രവർത്തനത്തിനെത്തി. തീ അണച്ചെങ്കിലും ബസ് പൂർണ്ണമായി കത്തിയമർന്നിരുന്നു. പൂപ്പാറ സ്വദേശിയുടേതാണ് ബസ്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത്.
GTV ന്യൂസ്, നേര്യമംഗലം.